ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയകളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് പരമാവധി എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ഹാജാസ് ക്ലാസ്സസിന്റെ ശ്രമങ്ങളാണ് മെം സീരീസ്. ഇതിനകം തന്നെ ഒട്ടനവധി ക്ലാസ്സുകൾ മെം സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നാം ചെയ്ത പല സീരീസിലെയും ചോദ്യങ്ങൾ പല തരത്തിൽ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മെം സീരീസ് എന്ന പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള ഒട്ടനവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. സോ നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിയർ ഫ്രണ്ട്സ്, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ, ഷീ എക്സ്ക്ലൈംഡ്. ഇങ്ങനെ ഒരു സെന്റൻസ് ആദ്യം തന്നിട്ടുണ്ട്. അതിനുശേഷം ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ എന്ന രണ്ടാമത്തെ ഒരു സെന്റൻസും തന്നിട്ടുണ്ട്. അതിലൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അത് പൂരിപ്പിക്കാനാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്കിത് ഏത് ഏരിയയിൽ നിന്നാണോ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നോക്കുമ്പോൾ ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നതിന് ശേഷം ഷീ എക്സ്ക്ലൈംഡ് എന്ന് തന്നിട്ടുണ്ട്. അഥവാ ഇവിടെ സ്പീക്കറിനെ കുറിച്ച് പറയുന്നു. സ്പീക്കർ സംസാരിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ് അല്ലെ? ഒരു സ്പീക്കർ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം നേരെ അങ്ങ് കൊടുത്താൽ അത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. മാത്രമല്ല ഇവിടെ എക്സ്ക്ലൈംഡ് എന്ന റിപ്പോർട്ടിംഗ് വേർബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസിലെ ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട്. അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂള് അസേർട്ടീവ് സെന്റൻസിന്റെ സെയിം റൂള് തന്നെയാണ്. അഥവാ റിപ്പോർട്ടിംഗ് വേർബായിട്ട് ഈ തന്നിരിക്കുന്ന എക്സ്ക്ലൈം തന്നെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും പിന്നീട് കണക്ഷൻ വേർഡിലേക്ക് വരുന്ന സമയത്ത് അസേർട്ടീവ് സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ക്വസ്റ്റ്യനിൽ അതേപോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓർക്കുന്നില്ലേ? പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ നേരെ പാസ്റ്റിലേക്ക് പോകണം അല്ലെ? പാസ്റ്റിലേക്ക് പോകണം. നമുക്ക് നോക്കാം. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ്. അത് നമുക്ക് ഐ എടുത്ത് ഇവിടെ എഴുതണം. ഐ എന്താകും? സ്പീക്കറിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു സെന്റൻസിൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ കണ്ടാൽ ഇൻഡയറക്റ്റിൽ വരുന്ന സമയത്ത് ഐ മാറ്റിയിട്ട് സ്പീക്കറിന് യോജിച്ച പ്രൊനൗൺ കൊടുക്കണം. ഇവിടെ സ്പീക്കർ ഷീ ആണ്. ഷീ എന്ന് പറയുന്നത് തന്നെ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് എല്ലാത്തിലും ഷീ ആണ് വന്നിട്ടുള്ളത്. അവിടെ തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. ദെൻ ഹാവ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ പാസ്റ്റ് ഹാഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഹാഡ് വന്നിട്ടുള്ളൂ. ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നാണ് വരേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് കാരണം എന്ന് മനസ്സിലായി. ദെൻ അടുത്ത ചോദ്യം. ഐ റിഗ്രറ്റ്. ഞാൻ ഖേദിക്കുന്നു. ഡാഷ് യു ദാറ്റ് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഈ ഒരു ഈവന്റ് ക്യാൻസൽ ആകാൻ പോവുകയാണ്. സോ ഈ ഒരു ക്യാൻസൽ ആകാൻ പോകുന്നതിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അല്ലെ? സോ ഇവിടെ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണോ, പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാതെ പറയണോ എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇവിടെ ഐ റിഗ്രറ്റ് ടു ടെൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഐ റിഗ്രറ്റ് ടു ടെൽ എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ അർത്ഥം എന്താ പറഞ്ഞത്? ഈ ഒരു ഈവന്റ് ക്യാൻസൽ ആകാൻ പോവുകയാണ്. ഈ ഒരു ഈവന്റ് ക്യാൻസൽ ആകാൻ പോകുന്നത് കൊണ്ട് നിങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ ഒരു അർത്ഥമല്ലേ പറഞ്ഞത്? കണ്ടോ? ഐ റിഗ്രറ്റ്. എനിക്ക് ഖേദമുണ്ട്. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് യുവർ ആപ്ലിക്കേഷൻ വാസ് നോട്ട് സക്സസ്ഫുൾ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ അല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അഥവാ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നു എങ്കിൽ അവിടെ റിഗ്രറ്റ് ടു ആണ് ചേർക്കേണ്ടത് കേട്ടോ. പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് ആണെങ്കിൽ റിഗ്രറ്റ് ടു എന്ന് ചേർക്കണം. യൂസ്ഡ് ടു എക്സ്പ്രസ് റിഗ്രറ്റ് അബൌട്ട് ആൻ ആക്ഷൻ യു ആർ അബൌട്ട് ടു പെർഫോം. നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് ആണെങ്കിൽ റിഗ്രറ്റ് ടു എന്നാണ് ചേർക്കേണ്ടത്. അപ്പൊ അങ്ങനെ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ റിഗ്രറ്റ് ടു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്ത് പറയും? ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് എങ്കിൽ റിഗ്രറ്റ് പ്ലസ് ജെറണ്ടാണ്.
യൂസ്ഡ് ടു എക്സ്പ്രസ് റിഗ്രറ്റ് അബൌട്ട് സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് റിഗ്രറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ റിഗ്രറ്റിന് ശേഷം ING. ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് റിഗ്രറ്റ് വരുന്നത് എങ്കിൽ റിഗ്രറ്റിന് ശേഷം 2+V1. സോ നമുക്ക് നോക്കാം. ഐ റിഗ്രറ്റ് ടെല്ലിങ് യു ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ പാർട്ടി. ഞാനത് പാർട്ടിയിൽ വെച്ച് ചെയ്തോളാം എന്ന് പറയുന്നതിൽ നിങ്ങളോട് എനിക്ക് ഖേദമുണ്ട്, അല്ലെ? ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ പാർട്ടി. ഞാനത് പാർട്ടിയിൽ വെച്ച് ചെയ്തു പോയത് കൊണ്ട്, അല്ലെ, ഞാൻ എന്തോ പാർട്ടിയിൽ വെച്ച് ചെയ്തു പോയിട്ടുണ്ട്, അങ്ങനെ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ നിങ്ങളോട് റിഗ്രറ്റ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് ആണ് എങ്കിൽ റിഗ്രറ്റ് പ്ലസ് ജെറണ്ട് ആണ് കേട്ടോ. ചെയ്യാൻ പോകുന്നതാണ് എങ്കിൽ ടു റിഗ്രറ്റ്. സെറ്റായോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്, അല്ലെ? പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇവിടെ നമുക്ക് 4 over an hour എന്ന് കാണുമ്പോൾ ഒരു പദത്തിന്റെ അവസാനത്തിൽ, അല്ല, ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോറിൽ അവസാനിക്കുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസുകളായിരിക്കും, അല്ലെ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ആകാം. അതിൽ കൂടുതൽ സാധ്യത ഒന്നെങ്കിൽ പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് ആണ്. അതിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. പെർഫെക്റ്റ് കണ്ടിന്യൂസുകളുടെ ഫോർമാറ്റ് ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ്, അല്ലെ? ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. V1 പ്ലസ് ING ആണ്. ആ ഒരു ഫോർമാറ്റിൽ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ്. വെൻ ഐ അറൈവ്ഡ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ്. അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നിട്ടില്ല. കാരണം ഇവിടെ പാസ്റ്റ് അല്ലേ. ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെയും ഒരു പാസ്റ്റേ വരൂ, അല്ലെ? ഒരു സെന്റൻസിന് ഒരു ഭാഗം പാസ്റ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് പാസ്റ്റ് ആകാനാണ് കൂടുതൽ സാധ്യത. സെറ്റ് അല്ലേ? അപ്പൊ നമ്മളവിടെ ഉത്തരം കണ്ടുപിടിച്ചത് 4 കണ്ടപ്പോഴാണ്. 4 കണ്ടപ്പോൾ നമുക്കറിയാം അവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരുള്ളൂ. ദെൻ ഇവിടെ അറൈവ്ഡ് എന്ന ഒരു പാസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. സോ നമുക്ക് ഉത്തരം ഏത് കൊടുക്കാം? ഉത്തരം നമുക്ക് ഓപ്ഷൻ B കൊടുക്കാം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത വൊക്കാബുലറിയിൽ നിന്നുള്ള ചോദ്യമാണ്. ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ്. നയതന്ത്രജ്ഞരായ ആളുകൾ, ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത് നയതന്ത്രജ്ഞരാണ്. അവർക്ക് പല ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് വാസ് കൺസിഡർഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ആൻ ഇന്റർനാഷണൽ നെഗോഷിയേഷൻസ്. അന്താരാഷ്ട്ര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ്, അല്ലെ? നെഗോഷിയേഷൻ നടത്തുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഭാഷ അറിയുന്നത് അവരെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്, അല്ലെ? ഒരു അസറ്റ് ആണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടും. ലയബിലിറ്റി, ഹിൻഡ്രൻസ്, ഡ്രോബാക്ക്, ഇതൊക്കെ നേരെ വിപരീതമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത, ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം, ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പോരായ്മ. ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അസറ്റ് മാത്രമാണ് പോസിറ്റീവ്. അങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ കഴിയുന്നതാണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ്. അപ്പൊ ക്യാൻവാസിലേക്ക് ഒരു മനോഹരമായിട്ടുള്ള ചിത്രം ആർട്ടിസ്റ്റ് വരച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം ചിത്രത്തിലേക്ക് ആക്കി എന്ന് പറയാൻ ഓൺ ടു എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം ക്യാൻവാസിലേക്ക് പകർത്തി എന്ന് പറയാൻ ഓൺ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് കൊടുക്കാം ഓപ്ഷൻ B, ഓൺ ടു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ചിത്രത്തിലേക്ക് പകർത്തുന്നു എന്ന് പറയാൻ പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഓൺ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ഒരു ഫ്രൈസൽ വെർബിലേക്ക് വരാം. The negotiations between two countries finally dash after weeks of discussions and war begin. 2 രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസ്, അങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ അവസാനം ഫൈനലി ഡാഷ് അവസാനിച്ചു എന്നാണ് വരേണ്ടത്. കാരണം അതിനുശേഷം യുദ്ധം തുടങ്ങി. അപ്പൊ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ രഞ്ജിപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടി നെഗോഷിയേഷൻസ് നടത്തി. പക്ഷെ അത് വിജയത്തിൽ വന്നില്ല. അവസാനം യുദ്ധം തുടങ്ങേണ്ടി വന്നു. അപ്പൊ ഇവിടെ അവസാനിച്ചു എന്ന അർത്ഥം വരണം, അല്ലെ? അവസാനിച്ചു എന്ന അർത്ഥം വരണം. താഴെ ഓപ്ഷൻസ് നോക്കുമ്പോൾ 4 ഫ്രൈസൽ വേർബാണ്. ബ്രോക്കപ്പ്, ബ്രോക്ക് ഔട്ട്, ബ്രോക്ക് ഡൗൺ, ബ്രോക്ക് ത്രൂ. V2 ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. V1 ആണെങ്കിൽ ബ്രേക്കപ്പ്, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ത്രൂ. PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സെയിം പാറ്റേൺ ഉള്ള സാധനം. ബ്രേക്ക് ഡൗൺ എന്നാ പറയേണ്ടത് കേട്ടോ. ബ്രോക്ക് ഡൗൺ, പാസ്റ്റ് ആകുമ്പോൾ ബ്രോക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയാറുണ്ട്, അല്ലെ? വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുന്നത് അത് നശിച്ചു എന്ന അർത്ഥത്തിനാണ്. ഈ ബ്രേക്ക് ഡൗൺ തന്നെ നമ്മൾ അവസാനിച്ചു എന്ന അർത്ഥവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ സെയിം അർത്ഥത്തിനുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ബാക്കിയുള്ള ഫ്രൈസൽ വെർബിന്റെ മീനിങ് കൂടി നോക്കാം. ബ്രേക്ക് അപ്പ്,
ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രണയബന്ധങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയാറുണ്ട്. അഥവാ സെപ്പറേറ്റ് ആയി, രണ്ട് ഭാഗമായി എന്ന് സൂചിപ്പിക്കാൻ ബ്രേക്കപ്പ് യൂസ് ചെയ്യുന്നു. ഒരു കാര്യം അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടിയും ബ്രേക്കപ്പ് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരുപാട് ചിരിച്ചു എന്ന് പറയാനും ബ്രേക്കപ്പ് യൂസ് ചെയ്യുന്നു. സെറ്റ് അല്ലേ? ദെൻ ടു മീറ്റിംഗ് ബ്രോക്കപ്പ് അറ്റ് നോൺ. മീറ്റിംഗ് അവസാനിച്ചത് ഉച്ച സമയത്താണ്. ദെൻ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയില്ലേ? കറക്റ്റ് അതിന്റെ അർത്ഥം തന്നെ വരുന്നുണ്ട്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക, ഔട്ട് പുറത്തേക്ക്. അപ്പോൾ പൊട്ടിപ്പുറപ്പെടുക, പെട്ടെന്ന് ആരംഭിക്കുക. ഫോറസ്റ്റ് ഫയർസ് ഹാവ് ബ്രോക്ക് ഔട്ട് അക്രോസ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്നും കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടു എന്നും പറയാം. എസ്കേപ്പ്, രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിനും ബ്രോക്ക് ഔട്ട് എന്ന് യൂസ് ചെയ്യാം. എ പ്രിസണർ ബ്രോക്ക് ഔട്ട് ഓഫ് ഹിസ് സെൽ. ഒരു തടവുകാരൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി എന്നും പറയാം. ക്ലിയർ ആയോ? ദെൻ ബ്രേക്ക് ഡൗൺ, നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നത് ബ്രേക്ക് ഡൗൺ ആണ് അല്ലെ? ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ ടു സീസ് ഫങ്ഷനിങ്, നമ്മൾ കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം അവസാനിച്ചു, പ്രവർത്തനം അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ബ്രേക്ക് ഡൗൺ ഉത്തരം എന്ന് പറയുന്നത്, മീനിങ് എന്ന് പറയുന്നത് ബിക്കെയിം ഇൻഎഫക്റ്റീവ്. അവർ തമ്മിലുള്ള നെഗോഷിയേഷൻ എഫക്റ്റീവ് ആയില്ല കേട്ടോ. അവസാനിച്ചു എന്നല്ല, എഫക്റ്റീവ് ആയില്ല എന്നാ പറയണ്ടേ കേട്ടോ. ദി ബിക്കം എഫക്റ്റീവ്, ഇൻഎഫക്റ്റീവ്. അവർ തമ്മിലുള്ള വാദപ്രതിവാദം ബ്രേക്ക് ഡൗൺ ആയി അഥവാ ഇൻഎഫക്റ്റീവ് ആയി എന്നാണ് വരേണ്ടത്. നമ്മുടെ സെന്റൻസ് ശ്രദ്ധിച്ചോളൂ. ഫൈനലി ബ്രേക്ക് ഡൗൺ, അവസാനം അത് ഇൻഎഫക്റ്റീവ് ആയി. തമ്മിലുള്ള നെഗോസിയേഷൻസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റീവ് ആയി, അവസാനിച്ചു എന്നല്ല, ഇൻഎഫക്റ്റീവ് ആയി എന്നാണ് കേട്ടോ. ഇൻഎഫക്റ്റീവ് ആയി എന്ന് ഓർക്കുക. സെറ്റ് അല്ലേ? ദെൻ ഏഴാമത്തെ ചോദ്യം, ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ടു ലീഡ് സോൾവിംഗ് ഓഫ് ദ കോംപ്ലക്സ് മിസ്റ്ററി. ഡിറ്റക്റ്റീവ്, കുറ്റാന്വേഷകൻ എന്ത് ചെയ്തു? ആ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട എന്ന പദമാണ് വരേണ്ടത്. പ്രധാനപ്പെട്ട എന്ന പദം സാലിയന്റ് ആണ്. സാലിയന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന മീനിങ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ്, സാലിയന്റും ഇമ്പോർട്ടന്റും സെയിം ആണ്. ഇമ്പോർട്ടന്റ് കേട്ടോ. സാലിയന്റും ഇമ്പോർട്ടന്റും സെയിം ആണ്. ഇനി മറ്റു പദങ്ങളുടെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഇൻകോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലിയർലി വിസിബിൾ, പെട്ടെന്ന് കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് അല്ലാത്തത്, ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പൊ കോൺസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ളത്, അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി ഓക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റഡ് ഓർ അപ്പിയറിംഗ് ടു ബി ട്രൂ ബട്ട് നോട്ട് നെസസറിലി സോ. നമുക്ക് കാണുന്ന സമയത്ത് സത്യമായിട്ട് തോന്നും, പക്ഷെ അത് നോട്ട് നെസസറിലി സോ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സത്യമാണ്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിനാണ് നമ്മൾ ഓക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത്. ആ മീനിങ് കൂടി നോട്ട് ചെയ്യുക. ദെൻ എട്ടാമത്തെ ചോദ്യം, ദ ബാർഗെയിൻ ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബാർഗെയിൻ എന്ത് ചെയ്തു? ഡാഷ് ആയി. വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. അവരുടെ കൂട്ടുകച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് കമ്പനീസും തമ്മിലുള്ള ബാർഗെയിന് എവിടെയും എത്താതെ പോയി എന്നാ വരേണ്ടത്. എവിടെയും എത്താതെ പോയി എന്ന് പറയാൻ നമ്മൾ ഡെഡ് എൻഡ് എന്നാ പറയാ. എവിടെയും എത്താതെ പോവുക ഡെഡ് എൻഡ് ആണ് കേട്ടോ. ഡെഡ് എൻഡ് ആണ്. ഇനി ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വഴിത്തിരിവാണ് അല്ലെ. ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശുഭസൂചനയാണ്. ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ കച്ചിത്തുരുമ്പ്, അവസാനത്തെ ആശ്രയമാണ്. ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ കച്ചിത്തുരുമ്പ് അഥവാ അവസാനത്തെ ആശ്രയമാണ്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് വരേണ്ടത് ഡെഡ് എൻഡ്, എവിടെയും എത്താതെ പോയി എന്ന മീനിങ് ആണ്. ദെൻ ഒൻപതാമത്തെ ചോദ്യം, ഷീ ഷോഡ് ഡാഷ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. പരിസ്ഥിതി പ്രശ്നങ്ങളോട് അവർ വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു പരിഗണന നൽകി. ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് ക്യാമ്പയിൻസ്. മരം വെച്ച് പിടിപ്പിക്കുക പോലുള്ള ക്യാമ്പയിനുകളിൽ പങ്കെടുത്തുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വളരെ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം, കോൺസൈന്റിയസ് എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥമുള്ള സത്യസന്ധമായിട്ടുള്ള പരിഗണന എന്ന അർത്ഥമാണ് വരുന്നത്. സോ ഓപ്ഷൻ എയും ബിയും ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, രണ്ടും ഉത്തരമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം PSCക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കോൺസൈന്റിയസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കൺസേൺ, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള കൺസേൺ. അപ്പൊ രണ്ടും നമുക്കിവിടെ മീനിങ് ആയിട്ട് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് PSC അത് ക്യാൻസൽ ചെയ്തു കേട്ടോ.
ഈ ഉത്തരം PSC ക്യാൻസൽ ചെയ്തു. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു. ദെൻ 10ാമത്തെ ചോദ്യം, ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് തടസ്സങ്ങൾ. നമ്മൾ നേരത്തെ ഹിൻട്രൻസ് എന്ന് പറഞ്ഞല്ലേ, ഹിൻട്രൻസ് തടസ്സമാണ്, അതേപോലെ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ട് കൂടിയും, ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടും ഷീ ഡിസ്പ്ലൈഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചാലഞ്ചിങ് പ്രോജക്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോജക്റ്റ് വളരെ സത്യസന്ധമായിട്ട് വളരെ ആർജവത്തോടു കൂടി മറികടക്കാനുള്ള ധൈര്യം അവർ കാണിച്ചു. അപ്പൊ ടെനാസിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ, അതിനുള്ള ആർജവം കാണിച്ചു. ആ വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ടെനാസിറ്റി, ഒരു ആർജവം കാണിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇംപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മ, അപ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം ഇല്ലാത്ത, സഹതാപം ഇല്ലാത്ത അവസ്ഥയാണ്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തുടർച്ചയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് 3 നെഗറ്റീവ് ആണ്. ടെനാസിറ്റി ആണ് ആർജവം, അതിനുവേണ്ടിയുള്ള ആർജവം അവൾ കാണിച്ചു എന്നുള്ളത്. സെറ്റല്ലേ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്ന സീരീസിലേക്ക് പോകാം. സോ ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാജാസ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാനുണ്ട് എങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഉറപ്പായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.